നമ്മുടെ ചെടികളുണ്ടല്ലോ നല്ല തഴച്ച് വളർന്ന് ഇഷ്ടം പോലെ പൂക്കളൊക്കെ തരാനായിട്ട് ഉള്ള ഒരു നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതെന്താണെന്നറിയാം, ഇത് നമ്മുടെ പച്ചക്കറി, ഫ്രൂട്ട്സ് അങ്ങനെയുള്ള എല്ലാത്തിൻ്റെയും തൊണ്ടുകളാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കിട്ടുന്നതൊക്കെ ഞാനിങ്ങനെ ഒരു 1-2 ദിവസത്തേക്ക് ഇങ്ങനെ ഇതുപോലെ എടുത്ത് വെക്കും. ഇനി ഇതിലേക്ക് ഇത് നമ്മുടെ എപ്സം സാൾട്ടാണ് കേട്ടോ, അതായത് മാഗ്നീഷ്യം സൾഫേറ്റ്. ഇത് നമ്മുടെ ഈ ഒരു പച്ചക്കറീൻ്റെ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ തൊണ്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനി നല്ലോണം ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്യണം. ഇത് കണ്ടോ, നമ്മുടെ റോസിലൊക്കെ നല്ല ഭംഗിയായിട്ട് ഇതുപോലെ പൂക്കൾ വരും കേട്ടോ. അതുമാത്രമല്ല ഇലകളൊക്കെ നല്ല കൊഴുത്ത് നല്ലോണം ഇരിക്കും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടത്, നമ്മുടെ ഈ റോസിൻ്റെ ചുവട് ഭാഗം ഉണ്ടല്ലോ, ഇതുപോലെ ഒന്ന് കുഴിച്ച് കുറച്ച് ഇങ്ങനെ ഒന്ന് ചെറിയൊരു കുഴിയാക്കി എടുക്കണം. ഇങ്ങനെ ഒരു ചെറിയ കുഴിയാക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് ഇനി ചെയ്ത് കൊടുക്കേണ്ട എന്താ അറിയോ, നമ്മുടെ ഈ ഒരു പച്ചക്കറീൻ്റെ ഈ ഒരു തൊണ്ടും ഒക്കെ കൂടി ഉണ്ടല്ലോ, ഇത് നമ്മൾ ഈ ഒരു കുഴിയിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതിൻ്റെ മുകളിലുണ്ടല്ലോ നമുക്കൊരു കുറച്ച് മണ്ണും കൂടി ഇട്ടിട്ട് ഇങ്ങനെ നല്ലോണം കൂടി മൂടി കൊടുക്കണം. അപ്പോൾ ഇതിനെ മുഴുവനും നമ്മളിത് മണ്ണിൻ്റെ ഉള്ളിലാക്കണം കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ നനച്ചൊക്കെ കൊടുക്കുമ്പോഴേക്കുണ്ടല്ലോ നമ്മുടെ ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് വരും കേട്ടോ. നിറച്ച് പൂക്കളൊക്കെ തരുന്നതായിരിക്കും. നല്ലൊരു ടിപ്പാണ്, എല്ലാവരും ചെയ്ത് നോക്കൂ.